ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വരാൻ പോകുന്ന 17 പേരുടെ കൺഫേംഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട് മക്കളെ. 17 പേരുടെ കൺഫേംഡ് ലിസ്റ്റ് എന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മിനിയാന്നൊക്കെ ആയിട്ട് ഒരു 5 പേരുടെ കൺഫേം ആയിട്ട് ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 17 പേരുടെ കൺഫേംഡ് ലിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ആരൊക്കെയാണ് നമുക്കൊന്ന് അറിയണ്ടേ. ഇത്തവണ ബിഗ് ബോസിലേക്ക് കയറിയിട്ട് അത്യാവശ്യം കണ്ടന്റ് കൊടുക്കാൻ കഴിയുള്ള ആരൊക്കെ ഉണ്ടാവും ഇതില്, നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഒന്നാമതായിട്ട് ആക്ട്രസ് ആയിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് രേണുസുതി. 100% കൺഫേംഡ് ആണ് ബിഗ് ബോസിലേക്ക് വരാൻ. അപ്പോൾ രേണുസുതി ഉണ്ട്. രണ്ടാമതായിട്ട് ആക്ടറും ഇൻഫ്ലുവൻസറും ആർട്ടിസ്റ്റുമായിട്ടുള്ള അഭിശ്രീനെ ഞാൻ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ സീരിയൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏഷ്യാനെറ്റിൽ കണ്ടിട്ടുണ്ട്, സീരിയലിലൊക്കെ ഞാൻ അത്യാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അഭിശ്രീ 100% കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയലിലെ ഏഷ്യാനെറ്റിൽ ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞു പോയൊരു സീരിയലാണ് ഗീതാ ഗോവിന്ദം സീരിയലിലെ നായികയായ ബിന്നി സെബാസ്റ്റ്യൻ. 100% കൺഫേംഡ് ആണ് പുള്ളിക്കാരി ഇത്താണ് ബിഗ് ബോസിലുണ്ട്. അടുത്തത് ഫാഷൻ കൊറിയോഗ്രാഫി ആയിട്ടുള്ള നെവിൻ. നമ്മള് നെവിനെയൊക്കെ നമ്മുടെ അഭിഷേക് ജയദേവിന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പെട്ടെന്ന് തിരിച്ചറിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ഞാൻ സൈഡിൽ ഫോട്ടോ എടുക്കുമല്ലോ, അപ്പൊ അതും ഇതും കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നെവിൻ എന്നൊക്കെ സെർച്ച് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും കേട്ടോ. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ. അഭിഷേക് ജയദേവിന്റെ കൂടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനും 100% കൺഫേംഡ് ആണ്. ഓക്കെ. അടുത്തത് അഞ്ചാമതായിട്ട് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒനിയൽ സാബു. പുള്ളിക്കാരൻ 100% കൺഫേംഡ് ആണ്. പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. മെയിൻ അവർ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഫുഡ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ. എനിക്ക് തോന്നുന്നു ഷെഫാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യുകയും അതുപോലെ കഴിക്കാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ ഫുഡിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം മൊത്തം ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിയാൽ മൊത്തം ഫുഡിന്റെ ഒക്കെ ഒരു വീഡിയോ ആണ് അതിലിട്ടേക്കുന്നത്. അപ്പോൾ ഒനിയൽ സാബു 100% കൺഫേംഡ് ആണ്. അടുത്തത് ആറാമതായിട്ട് ആക്ടർ ആയിട്ടുള്ള ആര്യൻ കദൂരിയ. പുള്ളിക്കാരൻ കൺഫേംഡ് ആണ്. വടക്കൻ മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വടക്കൻ അഭിനയിച്ചതാണ്. ഓക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് അറിയത്തില്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ ആര്യൻ കദൂരിയ 100% കൺഫേംഡ് ആണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക്. അടുത്തത് കൊമേഡിയൻ, സ്റ്റാൻഡപ്പ് കൊമേഡിയനൊക്കെ ആയിട്ടുള്ള ദീപക് മോഹൻ കൺഫേംഡ് ആണ്. 100% കൺഫേംഡ് ആണ്. അടുത്തത് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലയും നോറയും. ഞാൻ കരുതിയത് ആദില മാത്രമായിരിക്കുമെന്നാണ്, പക്ഷെ ഈ 2 പേരും ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആദിലയും നൂറയും 100% കൺഫേംഡ് ആണ്. അടുത്തത് 9ാമതായിട്ട് ആക്ട്രസും സ്റ്റാർ മാജിക്കിലെ ഫെയിം ആയിട്ടുള്ള അനിമോള് ആദ്യം മുതലേ കൺഫേംഡ് ആണെന്നാണ് അറിഞ്ഞത്. ഇപ്പോഴും പക്ക കൺഫേംഡ് ആണ്. അപ്പോൾ അനിമോളും എന്താണ് ബിഗ് ബോസ് സീസൺ 7ലുണ്ട്. നമ്മുടെ തട്ടിമുട്ടിയിലേക്കും സൂസൂരാണ് മെയിൻ ആയിട്ട് അഭിനയിച്ചത്. തട്ടിമുട്ടിയില് ചെറുതായിട്ടൊക്കെ ഒന്ന് അഭിനയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അനിമോളും ഇത്തവണ ബിഗ് ബോസിലുണ്ട്. അടുത്തത് 10ാമതായിട്ട് ഇന്റർവ്യൂവർ ആയിട്ടുള്ള ഷാരിക. പുള്ളിക്കാരി അത്യാവശ്യം നല്ല ഇന്റർവ്യൂ ഒക്കെ ചെയ്തു. നല്ല ഭയങ്കര വിഷയമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇന്റർവ്യൂ. ഇപ്പൊ രേണുസുധീനെയും പിന്നെ കുറച്ച് ജാസിനെ ഇപ്പൊ ഈ അടുത്ത് തന്നെ ജാസിയുടെ ഇന്റർവ്യൂവില് ഭയങ്കരമായിട്ട് വൈറലായതാണ് ഷാരിക. അപ്പൊ ഷാരികയും 100% കൺഫേംഡ് ആണ്. അടുത്തത് ആക്ടർ ആയിട്ടുള്ള അപ്പാനി ശരത്ത്. പുള്ളിക്കാരൻ 100% കൺഫേംഡ് ആണ്. അടുത്തത് മ്യൂസീഷ്യനും സിംഗറുമായിട്ടുള്ള അക്ബർ ഖാൻ. തെറ്റിപ്പോയതാണ്. 12ാമത് അക്ബർ ഖാനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതിലുണ്ട്, മറ്റേ അക്ബർ ഖാൻ നമ്മുടെ സ്റ്റാർ സിംഗറിലുണ്ട് ഇപ്പോ കറന്റ്ലി. അപ്പോൾ അത് ഈ വീക്കും കൂടെ കാണത്തുള്ളൂ. അപ്പോൾ അടുത്ത വീക്ക് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുകയാണ് അല്ലെ. ഈ വീക്ക് എന്ന് വെച്ചാൽ നാളെ കൂടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീക്ക് ആണല്ലോ. അപ്പോൾ അടുത്ത വീക്ക് നെക്സ്റ്റ് വീക്ക് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുകയാണ്. അപ്പൊ സ്റ്റാർ സിംഗർ 100 ദിവസത്തേക്ക് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണ്. അപ്പോൾ അക്ബർ ഖാൻ നേരെ ബിഗ് ബോസിലേക്ക് വരും. അപ്പോൾ
പുള്ളിക്കാരനും ഇത്തവണ ബിഗ് ബോസിലുണ്ട്. പിന്നെ 13ാമതായിട്ട് RJ ബിൻസി, പുള്ളിക്കാരി 100% കൺഫേംഡ് ആണ്. അടുത്തത് സീരിയൽ ആക്ടർ ആയിട്ടുള്ള അത്യാവശ്യം ഈ പുള്ളിക്കാരൻ സീരിയൽ വന്നാൽ പിന്നെ ആൾക്കാർ കാണാതിരിക്കില്ല, അത്രയ്ക്കും ഫാൻസ് ഉള്ളതും അതുപോലെ തന്നെ എന്താണ് സീരിയലിലെ ഒരു ചോക്ലേറ്റ് ഹീറോ ഒക്കെ തന്നെയാണ് ഇപ്പോഴും കേട്ടോ. എന്ത് വേഷവും ഇപ്പൊ ഒരു നായകന്റെ വേഷം പോലീസ് വേഷം കാണാൻ ആൾക്കാരുണ്ടാവും, അത്രയ്ക്കും ഫാൻ പവർ ഉള്ള ഒരാളാണ് ഷാനവാസ് ഷാനു. പുള്ളിക്കാരൻ 100% കൺഫേംഡ് ആണ്. അടുത്തത് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശൈത്യ. ഞാൻ ഇന്നലെയോ പിന്നെയാന്നുള്ളൊരിട്ട വീഡിയോയിൽ പറഞ്ഞു ശൈത്യ കൺഫേംഡ് ആണ്, പക്ഷെ ഏത് ഷോയിലാണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ സൂപ്പർ അമ്മയും മകളും എന്ന ഷോയില് എന്താണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു. സൂപ്പർ അമ്മയും മകളും എന്നൊരു ഷോയില് ഇവർക്ക് പ്രൈസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പ്രൈസ് കിട്ടിയെന്ന് വെച്ചാൽ 5ാം സ്ഥാനമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇഷ്യൂ ഒക്കെ വന്ന് അങ്ങ് നല്ല രീതിയിൽ കോൺട്രവേഴ്സിയൊക്കെ ആയതായിരുന്നു. അപ്പോൾ ശൈത്യയും പിന്നെ ഇത് അമ്മയും മകളാണ് ഉള്ളത് ഇതില്. അപ്പൊ അതില് മോള് ശൈത്യ പുള്ളിക്കാരി 100% കൺഫേംഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സീരിയലിൽ അഭിനയിക്കുന്ന ഞാൻ ചെറുപ്പം മുതലേ സീരിയലിൽ കാണുന്ന കുറെ സീരിയലിൽ വില്ലനായിട്ടും അത്യാവശ്യം പോസിറ്റീവ് റോളായിട്ടും ഇപ്പൊ കറന്റ് ഒരു സീരിയൽ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോ. അപ്പോ അതിലൊക്കെ ഉള്ള ഒരു ആളാണ് ജിഷിൻ മോഹൻ. പുള്ളിക്കാരൻ 100% കൺഫേംഡ് ആണ്. അടുത്തത് നമ്മുടെ എല്ലാം അറിയുന്ന ഫേവറേറ്റ് ആണ്, ചിലർക്ക് ഫേവറേറ്റ് ആയിരിക്കും, എനിക്കൊക്കെ അത്യാവശ്യം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പരസ്പരത്തിലെയും അതിലെ മഞ്ഞിൽ വരുന്ന പൂവിലേക്ക രേഖ രതീഷ്. നല്ല അഭിനേത്രിയാണ്, അടിപൊളിയായിട്ട് അഭിനയിക്കുക, നല്ല വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അമ്മയായാലും അമ്മായിയമ്മയായാലും മോളായാലും മരുമോളായാലും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച് തകർക്കുന്ന ഒരു ആളാണ് രേഖ രതീഷ്. അപ്പൊ 17ാമതായിട്ട് രേഖ രതീഷ് 100% കൺഫേംഡ് ആണ്. അപ്പോ ഈ 17 പേരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 17 പേരില് എന്താണ് എല്ലാവരും വരണമെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പ് പറയും. കാരണം ഇനി ഒരു വീക്കും കൂടി ഉണ്ട്, ഇനി മാക്സിമം ഒരു വീക്കും ഒരു ദിവസം കൂടി ഉണ്ട് ബാക്കി. അപ്പോൾ ഞാൻ കൺഫേംഡ് പറയുന്ന വെച്ചാല് ഇവരൊക്കെ ഇപ്പൊ കൺഫേംഡ് ആണ്, ശരിക്കും ഇപ്പൊ കൺഫേംഡ് ആണ്, പോകാനായിട്ട് തയ്യാറായിരിക്കാനും ലാസ്റ്റ് ടൈമിൽ എന്തെങ്കിലും വന്നാലേ ഉള്ളൂ. അപ്പൊ ഒന്നും വരാതിരിക്കട്ടെ, നല്ല രീതിയിൽ പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഈ 17 പേര് കൂടാതെ 2 കോമണറും കൂടി ഉണ്ടാവും. ഞാൻ അറിഞ്ഞത് 4 കോമണർ ഉണ്ടാകും എന്ന് കേട്ടു. 4 കോമണർ ഇത്തവണ ഉണ്ടാകും എന്ന് ഞാൻ കേട്ടു. പക്ഷേ 2 കോമണർ മിനിമം 2 കോമണർ ഉണ്ടാകും. കാരണം കഴിഞ്ഞ വർഷം 2 കോമണർ കയറ്റിയെങ്കിൽ ഇത്തവണ ഒരു കോമണറായിട്ട് അവർ ഒതുക്കത്തില്ല. ഒന്നുകിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 3 4 ആയിരിക്കും. ഞാൻ പറയുന്നത് 4 കോമണറൊക്കെ ആദ്യം കയറട്ടെ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷം 3 കോമണർ ഉണ്ടായിരുന്നു. 2 എണ്ണം ആദ്യത്തെ ദിവസം കയറി, പിന്നെ 1 ഇതായിട്ട് കയറി, നമ്മളുടെ വൈൽഡ് കാർഡായിട്ട് കയറി. അപ്പോൾ ഞാൻ പറയുന്ന ഒരു 4 എണ്ണമൊക്കെ ഇത്തവണ വരട്ടെ, നല്ലതായിരിക്കും. പിന്നെ ഒരു വൈൽഡ് കാർഡിൽ വേറൊരാളും കൂടി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 17ഉം 18 19 ചേർത്തിട്ട് കോമണറൂണ് ചേർത്തിട്ട് 19 പേരുണ്ട്. പക്ഷേ എൻ്റെ ഒരു മനസ്സ് പറയുന്ന ഒരു 25 പേര് ഫസ്റ്റ് ഡേ കാണുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം ഇന്നലത്തെ പ്രൊമോയില് 25 പേർക്ക് കിടക്കാനുള്ള അത്ര ഉണ്ടായിക്കോട്ടെ എന്ന് ലാലേട്ടൻ ബിഗ് ബോസിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 25 പേരായിരിക്കും ഫസ്റ്റ് ഡേ. നമുക്ക് നോക്കാം. ഇപ്പൊ 17 പേരും പിന്നെ 2 കോമണറും കൺഫേംഡ് ആണ്. പിന്നെ കോമണേഴ്സിനെയൊക്കെ വിളിച്ചു തുടങ്ങി. ഇപ്പോ അവിടെ ഇന്റർവ്യൂ ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇല്ല, കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ, കാരണം നാളെ എല്ലാവരും ഫ്ലൈറ്റ് കയറിയായിരിക്കും. നാളെ 2-3 ആൾക്കാരൊക്കെ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് കയറുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 27-ാം തീയതി അല്ല നാളെ. അപ്പം നാളെ എല്ലാവരും ഇല്ല, ഒരു കുറച്ച് ആൾക്കാർ നാളെയും, അതിന്റെ 28-ാം തീയതി 27-28 എല്ലാവരും ഫ്ലൈറ്റ് കയറും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 27, 28, 29 നമുക്ക് അപ്പോഴേക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ഡാൻസ് പെർഫോമൻസും അവരുടെ കാര്യങ്ങളൊക്കെ 30-നുണ്ട്, 30-നും 1-നൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ 2-ാം തീയതി ആയിരിക്കും എല്ലാവരും വീട്ടിലേക്ക് അകത്ത് കയറ്റുന്നത്. 3-ാം തീയതി നമ്മൾ ഗ്രാൻഡ് ലോഞ്ച് കാണും TV-യിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇനി വേറെ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി പ്രൊമോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ലാലേട്ടന്റെ. ഇനി മൺഡേ മുതൽ കൗണ്ട് ഡൗൺ പ്രൊമോ പ്രതീക്ഷിച്ചാൽ മതി. നാളെ വരാൻ ചാൻസ് ഇല്ല. കാരണം നാളെ ആയാല് 7 ദിവസമായിരിക്കും. 7 ദിവസം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 7 days ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇനിയിപ്പോ പറയാൻ പറ്റില്ല. ബിഗ് ബോസ് സീസൺ 7 അല്ലേ, ചിലപ്പോൾ സീസൺ 7 ആയതുകൊണ്ട് ഇനി സീസൺ 7 7 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് ചിലപ്പോൾ നാളെ ഒന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. പ്രതീക്ഷ കൈവിടണ്ട അല്ലേ.
ചിലപ്പോൾ നാളെ മുതൽ കൗണ്ട് ഡൗൺ പ്രോമോ തുടങ്ങാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ. സാധാരണ 6 days മുതലാണ് തുടങ്ങുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നാളെ മുതൽ വരുമായിരിക്കും. 7 ആയതുകൊണ്ട് തന്നെ 7 days ലെഫ്റ്റ് നാളെ തന്നെ പറയുമായിരിക്കും, അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. വേറെ എന്തൊക്കെയാണ്? വേറെ ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു, എല്ലാം പറഞ്ഞു. അപ്പോൾ 27-ാം തീയതി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എല്ലാവരും ഫ്ലൈറ്റ് കയറും, ചെന്നൈയിലെത്തും. പിന്നെ പുതിയ സെറ്റാണെന്ന് അറിയില്ല, നമ്മളുടെ സ്വന്തം സെറ്റ് തന്നെ, നമുക്ക് മലയാളികൾക്ക് ഒരു സ്വന്തം സെറ്റ് കിട്ടി അങ്ങനെ. അപ്പോൾ ആ സെറ്റിൽ തന്നെയാണ് പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത്, സ്വന്തമായിട്ടൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്നല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോ. ഇനിയും ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.